ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, മഹാകവി കുമാരനാശാൻ ഗുരുസ്തവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൽ നേരാമൊഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഇന്ന് പലർക്കും ഇപ്പോഴും സംശയമാണ്, ഗുരു ദൈവമാണോ അല്ലയോ എന്ന്. ചെറുപ്പകാലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റുമായി നവോത്ഥാന നായകൻ എന്നും സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുമൊക്കെ ആവർത്തിച്ച് പഠിച്ചതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ ശങ്കാവിഷമത്തിന് അടിസ്ഥാനം. എന്നാൽ നാം അറിയേണ്ടുന്ന ഒരു കാര്യം, ഗുരു ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹായോഗിയായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും ഒക്കെ കൂടിയായിരുന്നു മഹാഗുരു. ഇവിടെ ഗുരുവിൻ്റെ ആത്മീയ തലത്തെ മൂടിവെക്കുകയും സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന ഒരു തലം മാത്രം എടുത്തു കാട്ടുകയും ചെയ്യുകയാണ് പാഠ്യവിഷയങ്ങളിൽ. ഇത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഗൂഢ അജണ്ടയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പം മുതൽക്കേ ഇങ്ങനെ പഠിച്ചു വളർന്നു വരുന്ന ഒരു കുട്ടി നിർഭാഗ്യവശാൽ ഗുരു എന്ന ദൈവത്തെ അറിയാതെ പോകുന്നു. ഇത് ഗുരുനിന്ദയിലേക്കും വഴിവെക്കുന്നു. ശക്തമായ ബോധവൽക്കരണം നമ്മുടെ കിടാങ്ങൾക്ക് ചെറുപ്പം മുതൽക്കേ നൽകേണ്ടതുണ്ട്. 1888 ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയെപ്പറ്റി ഏവർക്കും അറിവുള്ളതല്ലേ? ഗുരു ശങ്കരൻ കുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശിവലിംഗം പ്രാർത്ഥനയോടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു ശില മറ്റൊരു ശിലയോട് ഉരുകിച്ചേരുകയാണ് ഉണ്ടായത്. ക്ഷേത്രപ്രതിഷ്ഠ നടന്ന് ഇത്രയും വർഷമായിട്ടും അവിടെ പുനഃപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടന്നതായി അറിവില്ല. ഒരു ശില മറ്റൊരു ശിലയോട് ഉരുകിച്ചേർന്നത് കൊണ്ടാവാം ഇവിടെ പുനഃപ്രതിഷ്ഠയുടെ ആവശ്യമില്ലാത്തത്. ഇല്ലായിരുന്നുവെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ അത് നടക്കുമായിരുന്നു. ദൈവതുല്യനായ ഒരുവന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠ നടത്താൻ സാധിക്കൂ എന്ന് സാമാന്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ യോഗീന്ദ്രനായ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാഗുരു ഇക്കാലത്ത് അത്ഭുത സിദ്ധിയിലൂടെ ഭ്രാന്ത്, അപസ്മാരം, കുഷ്ഠം തുടങ്ങിയ പല വ്യാധികളും ബാധിച്ചവരെ സുഖപ്പെടുത്തിയതായി അനുഭവ സാക്ഷ്യത്തിലൂടെ പലരും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളില്ലാത്ത പല സ്ത്രീകളും ഗുരുദേവ അനുഗ്രഹവശാൽ സൽസന്താനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുമുണ്ട്. അതുകൂടാതെ ആത്മവിലാസത്തിൽ ഗുരു ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല. ഓ, ഇതാ നാം ദൈവത്തിനോട് ഒന്നായി പോകുന്നു. ഇത്രയും പറഞ്ഞു വച്ചത് ഗുരു ദൈവമാണെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഗുരു നിന്ന ഉറപ്പാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നവംബർ 30 കേരള കൗമുദി പത്രത്തിൽ നടന്ന ഗുരു നിന്ന പോലെ മറ്റു പത്രങ്ങളും ആവർത്തിക്കും എന്നുള്ളതാണ്. എന്തെന്നാൽ വത്തിക്കാനിൽ വച്ച് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചു എഴുതിയ എഡിറ്റോറിയലിലാണ് ഗുരു ദൈവമല്ലെന്ന പരാമർശമുണ്ടായത്. ഭക്തജനങ്ങളുടെ രോക്ഷത്തിന് ഇരയായ പത്രം പത്രധർമ്മത്തിലൂടെ മാപ്പ് പറഞ്ഞ് തടിയൂരി. ഗുരുവിലെ ദൈവാംശം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ് എല്ലാ ഗുരുഭക്തരുടെയും ലക്ഷ്യം. അത് നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും എത്തിക്കുക. നമ്മുടെ കുട്ടികൾ
സംസ്കാരമുള്ള നല്ലവരായി വളർന്നു വരട്ടെ. ആശാൻ പാടിയതുപോലെ നമുക്കും ഏറ്റുപാടാം. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.